ഹായ് കുട്ടീസ്, ഇത് ക്രിസ്മസ് എക്സാമിന് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം പരിചയപ്പെട്ടാലോ? ബോർഡിലുള്ള ചോദ്യം ഒന്ന് വായിച്ചു നോക്കാം. റൈറ്റ് ദ ഫോളോയിങ് ഇൻ ദ ലാംഗ്വേജ് ഓഫ് ഓൾ ജിബ്ര. അപ്പൊ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ബീജഗണിത രൂപത്തിൽ എഴുതണം. അപ്പൊ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ എന്റെ മക്കൾ വലിയ രീതിയിലൊന്നും ചിന്തിക്കേണ്ട. എക്സ് വൈ സെഡ് എന്നുള്ള വേരിയബിൾസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സെന്റൻസിനെ ഒന്ന് ചുരുക്കി എഴുതാൻ പോവാണ്. സോ അതിൽ ആദ്യത്തെ സെന്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. ഏത് സംഖ്യയോടും 0 കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ കിട്ടും. സോ സംഖ്യ ഏതാ, നമ്പർ ഏതാ നമുക്ക് അറിയില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമ്പറിനെ എക്സ് ആയിട്ട് എടുക്കാം. സോ എക്സിനോട് 0 ആഡ് ചെയ്താൽ 0 കൂട്ടിയാൽ നമുക്ക് അതേ സംഖ്യ കിട്ടും, എക്സ് തന്നെ കിട്ടും. കണ്ട, ആ ഒരു സെന്റൻസിനെ ഞാൻ ചുരുക്കി എഴുതി. എക്സ് പ്ലസ് 0 = എക്സ് എന്ന് എഴുതി. സോ ഇതിലെ ലാസ്റ്റ് സെന്റൻസ് ആണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. ഏത് സംഖ്യയോടും മറ്റൊരു സംഖ്യ കൂട്ടിയ സംഖ്യ കുറച്ചാൽ ആദ്യത്തെ സംഖ്യ കിട്ടും. സോ ഇവിടെ 2 നമ്പേഴ്സ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഒന്ന് എക്സും അതുപോലെ നമുക്ക് വൈയും എടുക്കാം. രണ്ടും നമുക്ക് അറിയാത്ത നമ്പറാണ്. സോ എക്സിനോട് ഞാൻ വൈ ആഡ് ചെയ്തു. ഏതെങ്കിലും ഒരു സംഖ്യനോട് മറ്റൊരു നമ്പർ കൂട്ടിയ സംഖ്യ കുറച്ചാൽ എന്നാണ് പറഞ്ഞത്. ഇവിടെ കൂട്ടിയ നമ്പർ ആരാണടാ? വൈ ആണ് അല്ലെ. സോ വൈ തന്നെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ നമ്പർ അല്ലെ, നമ്മളുടെ ഫസ്റ്റ് നമ്പർ, ആദ്യത്തെ നമ്പർ കിട്ടും. ഫസ്റ്റ് നമ്പർ ആരാണടാ? എക്സ് അല്ലേ. എക്സ് തന്നെ കിട്ടും. ഇത് നിങ്ങൾക്ക് നമ്പേഴ്സ് വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ 4നോട് 2 കൂട്ടി 2 തന്നെ കുറച്ചാൽ നമുക്ക് 4 അല്ലേടാ കിട്ടുക. അപ്പൊ ഈ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരു സെന്റൻസിനെ ഒന്ന് ചുരുക്കി എഴുതിയിട്ടുണ്ട്. സോ ഇതിൽ സെന്ററിൽ കാണുന്ന ഈ ഒരു ബി ക്വസ്റ്റ്യൻ അതെന്താണ്? ഏത് സംഖ്യയുടെയും 3 മടങ്ങിൽ നിന്നും 2 മടങ്ങ് കുറച്ചാൽ അതേ സംഖ്യ കിട്ടും എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ എന്നെ കമന്റ് ബോക്സിൽ പറയാം. ഓൾ ദി ബെസ്റ്റ്.